ഹായ്. എല്ലാവർക്കും എക്ലേബ് ടോക്സിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് ഏറ്റവും പ്രിയപ്പെട്ട എക്ലേബിന്റെ ഏറ്റവും പ്രിയപ്പെട്ട, അതായത് എക്ലേബ് ഈ കൊച്ചിയിൽ തുടങ്ങിയ സമയം മുതൽ തന്നെ എക്ലേബിനോടൊപ്പമുള്ള ഒരാളാണ്. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ശിവരാജ് നമ്മളോടൊപ്പം ഇവിടെ ഉണ്ട്. ശിവരാജിനെ ഞാൻ സ്വാഗതം ചെയ്യാണ്. ശിവരാജിനെ കുറിച്ച് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആലോചിക്കായിരുന്നു, ഇപ്പൊ ഇതുപോലെ എന്തായാലും നമുക്കൊരു തുടക്കം വേണം. അപ്പോൾ ആ തുടക്കത്തില് എന്താണ് ശിവരാജിനെയും അനന്തരാമനെ കുറിച്ചും ഞാൻ പറയുക എന്നുള്ളത് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എങ്ങനെ വന്നുപോയി. ഒന്നും പറയണ്ട, പ്രത്യേകിച്ചൊന്നും എനിക്ക് ആലോചിക്കേണ്ട കാര്യമേ ഇല്ല. കാരണം എക്ലേബിനോടൊപ്പം ഞാൻ എക്ലേബ് ഇവിടെ കൊച്ചിയിൽ തുടങ്ങിയ ആ ഒരു സമയം മുതൽ എക്ലേബിനോടൊപ്പം ചേർന്ന് എന്നോടൊപ്പം എക്ലേബിനോടൊപ്പം യാത്ര ചെയ്തിട്ടുള്ള ആളാണ് ശിവരാജിനെ ഒരു പ്രത്യേകിച്ച് എനിക്ക് അവനെക്കുറിച്ച് പറയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. അത്രയ്ക്കും ആഴത്തിൽ ഞാൻ എന്നെക്കുറിച്ച് എന്ത് പറയും അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്താണ് ശിവരാജിനെ കുറിച്ച് പറയാനുള്ളത് എന്നുള്ളതാണ്. എനിക്കറിയാം, ആദ്യം ശിവരാജ് ഇവിടെ വന്ന ഒരു സമയം, ശിവരാജ് ആദ്യമായിട്ട് എക്ലേബിന്റെ 3 ഡേ വർക്ക്ഷോപ്പിൽ കൊച്ചിയിൽ ആദ്യം എക്ലേബ് നടത്തിയ വർക്ക്ഷോപ്പായിരുന്നു അത് കൊച്ചിയിൽ. അപ്പോൾ ആ വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത ആളാണ് ശിവരാജ്. അപ്പൊ അന്ന് മുതൽ എത്രത്തോളം ഈ അഭിനയം എന്ന് പറയുന്ന ഒരു കാര്യത്തോടുള്ള പാഷൻ ഉണ്ടായിരുന്നു ശിവരാജിന് എന്നുള്ളത് ഞാൻ അന്ന്, കാരണം ബാക്കി പലരും ഇങ്ങനെ വിട്ടെറിഞ്ഞു പോകുമ്പോഴും നിലനിന്നുകൊണ്ട് അന്ന് ആ സമയത്ത് അവനൊരു ജോലി ഉണ്ടായിരുന്നു. നിങ്ങളിപ്പോ പലരും പരിചയപ്പെടുമ്പോൾ പറഞ്ഞ പോലെ ഇപ്പൊ ജോലിയൊക്കെ ഉള്ള ആളുകളാണ് പലരും. ചിലരൊക്കെ ഇപ്പൊ റിസൈൻ ചെയ്തുള്ളവരാണ്. അപ്പൊ അതുപോലെ തന്നെ അന്ന് അവനൊരു ബാങ്കിൽ ജോലി ചെയ്തിരുന്ന ഒരു സമയമാണ്. അപ്പൊ അതൊക്കെ ഇട്ടെറിഞ്ഞ് പിന്നീട് ഒരു യാത്രയായിരുന്നു. ആ യാത്രയിൽ അവന്റെ എല്ലാ അവസ്ഥകളെയും, ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്കുള്ള സ്ട്രഗിളുകളെ, പേഴ്സണലായിട്ടുള്ള സ്ട്രഗിൾസിനെ എല്ലാം കണ്ടിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് അവൻ്റെ ഈ യാത്ര ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഓരോരുത്തർക്കും അതൊരു ഇൻസ്പിറേഷനാണ്. ശിവരാജ്, ഞാനിവരോട് ചോദിക്കാൻ പറഞ്ഞ ഒരു ചോദ്യമുണ്ട്, അത് ആദ്യം തന്നെ ഞാൻ പറയാം. അത് നീ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചോളൂ. വേറെ ഒന്നുമല്ല, എത്രയോ സമയങ്ങളിൽ നമ്മൾ ഈ ഒരു യാത്രയ്ക്കുള്ളിൽ എത്രയോ സമയം ഇത് വിട്ടെറിയണോ, എനിക്കിതിനി സാധിക്കോ, അതായത് അഭിനയിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അഭിനയം അറിയാഞ്ഞിട്ടല്ല, പക്ഷെ ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള വല്ലാത്ത കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള എത്രയോ സ്റ്റേജുകളുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഇല്ല, ആയിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത് എന്ന് ഉറപ്പിച്ചിട്ടാണ് ശിവരാജ് ഇപ്പോഴും നിൽക്കുന്നത്. ഈ ഒരു സക്സസ്, ഇതൊരു വലിയ സക്സസ് ആണ്. ഒരു എന്താ പറയാ, അനന്തരാമൻ ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിമില് ശിവരാജ് ആണ് അതിലത്തെ ഏക ലീഡിങ് മെയിൽ ക്യാരക്ടർ എന്ന് പറയുന്നത് ശിവരാജാണ്. അപ്പൊ ആ ശിവരാജിനുള്ള കിട്ടിയിട്ടുള്ള ഒരു കഥാപാത്രം, അതിനിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മൈലേജ്, ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഏതൊരു മനുഷ്യനും കൊതിച്ചു പോകുന്ന ഒരു കാര്യമാണ്. താൻ ചെയ്തൊരു വർക്കിന് ഇത്രയോ ലക്ഷക്കണക്കിന് മനുഷ്യര് അതിനെ അഭിനന്ദിക്കാനായിട്ട് പുറകിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ഇത്രയും കാലം ശിവരാജ് എടുത്ത പണിയുടെ ഒരു റിസൾട്ടാണ് വരാൻ തുടങ്ങുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾക്ക് വിതയ്ക്കാൻ ഒരു സമയമുണ്ട്, നമുക്ക് വിതച്ചുകൊണ്ടേയിരിക്കാനുള്ള ഒരു സമയമുണ്ട്. ആ സമയം കഴിഞ്ഞാൽ അതിന് വിളവെടുക്കണം, അല്ലേ? ആ വിളവെടുക്കാൻ സാധിച്ചില്ല ഒരു മനുഷ്യനെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പതിരായി പോകും, അത് നശിച്ചു പോകും. നിങ്ങൾ കൃത്യമായ സമയത്ത് കൃത്യമായ വിളവെടുപ്പിന് തയ്യാറല്ലെങ്കിൽ അത് നശിച്ചു പോകും, ആ വിള നശിച്ചു പോകും, അതൊരിക്കലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവില്ല. അപ്പൊ അതുകൊണ്ട് ഇത് സമയമാണ്, ശിവരാജിന്റെ സമയം. തീർച്ചയായിട്ടും ആ വിളവെടുപ്പിനുള്ളത് വന്നിരിക്കുന്നു. അതാണ് എനിക്ക് ഇപ്പൊ ശിവരാജിനോട് പറയാനുള്ളത്. തീർച്ചയായിട്ടും അതിന്റെ ഒരു സന്തോഷമുണ്ട്, എക്ലേബിന് മൊത്തത്തിൽ അതിന്റെ സന്തോഷമുണ്ട്. ശിവരാജ്, ഗ്രേറ്റ്, സ്വാഗതം. ഒപ്പം അനന്തരാമൻ നമുക്ക് ശരിക്കും ഞാൻ ഇവിടെ അനന്തരാമൻ പഠിക്കാൻ 3 ഡേ വർക്ക്ഷോപ്പിന് വരുമ്പോഴും അതിനുശേഷം റെഗുലർ ബാച്ചിന് ചേർന്നപ്പോഴും ഈ എല്ലാ സ്റ്റുഡൻസും ഇവിടെ എന്താണോ ആ ഒരു രീതിയിൽ ഞാൻ അത് നിങ്ങൾക്കറിയാം എന്താണോ, എനിക്ക് ഓരോ സ്റ്റുഡൻറ്റും എന്താണോ എല്ലാം ഒരുപോലെയാണ്. അല്ലാണ്ട് ഞാൻ ഓരോരുത്തരും അത് ഇനീക്വലായിട്ട് ഒരാളെ പോലും ഞാൻ കാണില്ല, ഈക്വൽ അല്ലാതെ കാണില്ല. അപ്പോ പക്ഷെ പലരും എന്നോട്, ഈ ബാച്ചിലുള്ളവരും സീനിയർ സ്റ്റുഡൻസും ഒക്കെ വരുമ്പോ അനന്തരാമനെ കാണുമ്പോ നമ്മുടെ നിസ്സാരം, അതല്ലെങ്കിൽ അപ്പൂപ്പൻ ബോയ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലാവില്ല എന്താ കാര്യം. എനിക്കാണെങ്കിൽ ഇതൊക്കെ നോക്കാൻ ആ സമയത്ത്
എനിക്ക് ടൈമും കിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ രാവിലെ തൊട്ടേ ക്ലാസ് തുടങ്ങുന്നു, രാത്രി പോകുന്നത്, ഈ ഒരു ഞാൻ നോക്കിയിട്ടേ ഇല്ല. പക്ഷെ അതിനുശേഷം ഞാൻ അനന്തരാമന്റെ യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് കുറച്ച് കാര്യങ്ങൾ കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ്, എടാ ഈ മുതലിനെയാണോ ഞാൻ ഇവിടെ വെച്ച് ഇങ്ങനെയൊക്കെ ഈ പ്രോസസ്സിലൂടെ ഒക്കെ കടത്തി വിട്ടിരുന്നത്. വാവ്! കാരണം അത്രത്തോളം മനോഹരമായിട്ടുള്ള ഒരു സെഷൻ, ഓരോ എപ്പിസോഡുകളും നിസ്സാരത്തിലെ അത്രത്തോളം ഞാൻ അനന്തരാമൻ എനിക്ക് ഇപ്പോഴും പറഞ്ഞതൊരു ഓർമ്മയുണ്ട്. അപ്പൊ ഞാനത് ഓർക്കായിരുന്നു. കാരണം അനന്തരാമൻ എന്നോട് ഇവിടെ വെച്ചിട്ടൊരു ദിവസം പറഞ്ഞു, സാറ് ഈ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് ഒരാളെ എനിക്ക് ഓർമ്മ വരുന്നത്, എനിക്ക് മാത്സ് തീരെ ഇഷ്ടമല്ലായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മാത്സ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ എന്നെ മാത്സ് പഠിപ്പിക്കാൻ വന്ന ഒരു അധ്യാപകൻ, അദ്ദേഹം അത് തുടങ്ങിയതിന് ശേഷം എനിക്ക് മാത്സിനോട് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ എനിക്കത് വീണ്ടും ഫീൽ ചെയ്യുന്നത് എനിക്കിപ്പോ ഇവിടെ സാറിന്റെ ക്ലാസ്സിലിരിക്കുമ്പോഴാണ്. അഭിനയം എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ആഴത്തിലുള്ള ഒരു എനിക്ക് വല്ലാതൊരു ഇഷ്ടം തോന്നി തുടങ്ങി ഈ അഭിനയത്തിനോട് എന്ന് പറഞ്ഞു. പക്ഷെ ഞാനപ്പോ പിന്നീട് ആലോചിക്കായിരുന്നു, ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആലോചിക്കായിരുന്നു, മാത്സ് എന്ന് പറഞ്ഞ സാധനം അടുത്ത് പരിസരത്ത് പോവാത്ത ഒരാളാണ് ഞാൻ. സ്കൂളില് ആ ഏരിയയിലേക്ക് പോകാൻ ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. സത്യത്തില് അനന്തരാമന്റെ യൂട്യൂബ് ചാനലിലെ ചില മാത്സിനെ കുറിച്ചൊക്കെയുള്ള ക്ലാസ്സുകളും ആ ഇതുകളും കേട്ടപ്പോ എനിക്ക് സത്യത്തില് അതിനോട് ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട്. അനന്തരാമ, അത് വലിയ ഹെൽപ്പാണ് നീ ചെയ്യുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ട്, മലയാളികൾക്കും അതുപോലെ തന്നെ ഒരുപാട് വലിയ രീതിയിൽ ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരാൾ, വീഡിയോ അത്രത്തോളം സയന്റിഫിക് ആയിട്ട് കാര്യങ്ങളെ പഠിച്ച് ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക്, പിന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൂപ്പൻ ബോയ്സിൽ അസല് റോസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്, അതും ഭയങ്കര ഫണ്ണാണ്. ആരെയും അങ്ങനെ എന്താ പറയാ, നമുക്കതൊരു ഒരാളെ കുറ്റപ്പെടുത്തല്ലേ എന്ന് തോന്നാത്ത രീതിയിൽ നമുക്കതിനെ സന്തോഷിക്കാനായിട്ട് തോന്നും, അതിൽ നമ്മൾ എൻജോയ് ചെയ്യും. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അനന്തരാമൻ ഈ അഭിനയത്തിലേക്കും പിന്നീട് സംവിധാനത്തിലേക്കും ഒക്കെ ഇറങ്ങാൻ, അങ്ങനെ ആ ഒരു രീതിയിൽ ഒരു യാത്ര ആരംഭിക്കാൻ, അതെന്താണ് അനന്തരാമൻ അങ്ങനെ ഒരു തോന്നിയത്? ഇപ്പൊ വീഡിയോസ് വൈറലായിക്കൊണ്ടിരിക്കുന്നു, അതൊരു ഭാഗത്ത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിന് അടുത്തൊരു ലെവലിലേക്ക് കയറണം, അത് അഭിനയമായിരിക്കണമെന്നും അല്ലെങ്കിൽ അത് പിന്നീട് അത് സംവിധാനമാവണമെന്നും ഒക്കെയുള്ള ഒരു തോട്ട്, അതെങ്ങനെയാണ് അനന്തരാമന് ഉണ്ടായിട്ടുള്ളത്? അപ്പോൾ സാർ, എനിക്ക് ചെറുപ്പത്തിൽ ഈ സയൻസും മാത്സും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സ്കൂളിലും കോളേജിലൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ ഞാൻ ഒരിക്കൽ കോളേജിൽ ഫൈനൽ ഇയറിൽ ഞാൻ ഒരു അഡ്വർടൈസിങ് ഏജൻസിയിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കിത് തീരെ പറ്റില്ല എന്ന്. അപ്പോൾ എന്നെക്കൊണ്ട് ഇതൊരു ജോലിയാക്കാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് കുറച്ചുകൂടെ ക്രിയേറ്റീവ് സാധനങ്ങളാണ് എനിക്കൊരു ജോലിയാക്കാൻ താല്പര്യം. അതെനിക്ക് ആ ഒരു 6 മാസം അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് മെൻ്റലി, ആ ഒരു അഡ്വർടൈസിങ് ഫേമിൽ വർക്ക് ചെയ്യുമ്പോൾ. അപ്പം ഞാൻ തീരുമാനിച്ചു എങ്ങനെയെങ്കിലും ഈ ക്രിയേറ്റീവ് സൈഡിലോട്ട് കയറണം എന്ന്. കോളേജിലും ഇങ്ങനെ ചില്ലറ ചെറിയ ഡ്രാമയും പരിപാടിയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു, ആ സമയത്ത് എനിക്ക് പൂനെ ഫിലിം സ്കൂളിൽ പോയി പഠിക്കാം എന്നൊക്കെയുള്ള ആഗ്രഹത്തിൽ ഞാൻ അങ്ങനെ കുറേ പ്രിപ്പയർ ചെയ്താണ്. അപ്പോഴാണ് കോവിഡ് വന്നിട്ട് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പരീക്ഷയൊക്കെ അവർ നിർത്തിവെച്ചു. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ചെയ്യണം ഈ സമയത്ത്, എങ്ങനെയെങ്കിലും ഈ ക്രിയേറ്റീവ് ഫീൽഡിലോട്ട് കയറണം എന്ന് വിചാരിച്ചാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയത്. പക്ഷെ എന്നിട്ട് എനിക്ക് മനസ്സിലായി എനിക്ക് ഇനിയും കുറേ പഠിക്കാനുണ്ട്. എനിക്ക് ആക്ടിങ്ങിനെ പറ്റിയാണെങ്കിലും എല്ലാത്തിനെയും പറ്റി എനിക്ക് കുറച്ചേ അറിയാവൂ. എന്നിട്ടാണ് ഞാൻ ആക്ട് ലാബിൽ ചേരുന്നത്. ആക്ട് ലാബിൽ ചേർന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു രസം. ഒരു 3 മാസം ഞാൻ പോയതറിയില്ല. ഞാൻ ശരിക്കും അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങി. എല്ലാ ദിവസവും വന്ന് സ്റ്റേജിൽ വന്ന് ചെയ്ത് അത് ആക്ട് ലാബിൽ ആ 3 മാസത്തെ സെഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വല്ലായ്മയായിരുന്നു കുറച്ച് നാൾ. ഡെയിലി ഇവിടെ വന്നുകൊണ്ടിട്ട് ഇങ്ങനെ പെർഫോം ചെയ്തിട്ട് പെട്ടെന്ന് ചുമ്മാ വീട്ടിലിങ്ങനെ ഒന്നും ചെയ്യാണ്ടിരിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ എനിക്ക് ആക്ടിങ്ങിനോട് ഭയങ്കര ഒരു പാഷൻ വന്നു. പിന്നെ റൈറ്റിങ്ങും എനിക്ക് പണ്ടോട്ടേ ഇഷ്ടമുള്ള ഒരു സാധനം. അപ്പം ഞാനിങ്ങനെ ഒരുപാട് ഈ ഫീച്ചർ ഫിലിം സ്ക്രിപ്റ്റ്സ് എഴുതിയിട്ടുണ്ട്, ഒരു 3-4 എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ ആക്ടേഴ്സിൻ്റെ അടുത്ത് പിച്ച് ചെയ്യുമ്പം ഈ കഥയ്ക്കെല്ലാം എന്തെങ്കിലും വശവശമുള്ള കഥകളായിരിക്കും, ഇങ്ങനെ ഒരു നോർമൽ കഥകൾ എഴുതാറില്ല. അപ്പോൾ ഈ ആക്ടേഴ്സ് ഒക്കെ ഇത് വേറെ ആരും ഡയറക്റ്റ് ചെയ്യുമെന്ന് തോന്നില്ല, ഇത് നീ തന്നെ ഡയറക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഡയറക്റ്റ് ചെയ്യാൻ പഠിക്കണ്ടേ, എന്നാൽ ഒരു ഷോർട്ട് ഫിലിം എടുത്ത് നോക്കാം എന്ന് വിചാരിച്ച് ഞാൻ തന്നെ മുമ്പ് എഴുതിയ ഒരു ചെറുകഥ ഞാനിങ്ങനെ ഒരു ഷോർട്ട് സ്ക്രിപ്റ്റ് ആക്കിയിട്ട്, ശിവരാജ് ആക്ട് ലാബിൽ എൻ്റെ ഒരുപാട് സീനിയർ ആയിരുന്നല്ലോ. അപ്പം ശിവരാജ് ഇങ്ങനെ സ്റ്റേജിൽ വന്ന് പെർഫോം ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് എത്ര ഒരു ടാലൻറ്റഡ് മനുഷ്യനാണെന്ന് അന്നേ വിചാരിച്ചിട്ടുണ്ട്. അപ്പം എനിക്കിത് എഴുതുമ്പോഴേ ശിവരാജ് മൈൻഡിലുണ്ട് നല്ലതായിരിക്കും ഇങ്ങനൊരു റോള് ചെയ്താൽ. ഇതിൽ പിന്നെ കുറച്ചൊരു പാവം പിടിച്ച ക്യാരക്ടറാണല്ലോ. മറ്റേ ശിവരാജ് എവിടെ പോയാലും ടെററാണല്ലോ സിനിമയിൽ.
അലറുക, ഇടിക്കുക. ശിവരാജിന് ഇങ്ങനെ കാണാനും ഒരു നല്ലൊരു, ശിവരാജിനും എൻജോയ് ചെയ്യും, കാണുന്ന ഓഡിയൻസിനും ഇഷ്ടമായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ആ ഒരു എൻ്റയർ ജേർണി. യെസ്, താങ്ക് യു. ഹായ് ശിവരാജ്, അനൂപ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം ശിവരാജ് ഇവിടുന്ന് ആക്ട് ലൈവിൽ നിന്ന് പഠിച്ചിറങ്ങിയതിന് ശേഷം എന്ത് ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് എടുത്തത് ഒരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനായിട്ടുള്ള? ഇപ്പം കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അതിലൊരു സ്റ്റെപ്പായിരിക്കും ക്ലിക്കായിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു മൂവ്, താങ്കളുടെ സൈഡിൽ നിന്ന് ചെയ്ത ഒരു വെരി ഇമ്പോർട്ടൻറ്റ് മൂവ് എന്ന് പറഞ്ഞ സാധനം, അത് ഷെയർ ചെയ്യാമോ? ഞങ്ങൾക്കൊരു ഗുണം കിട്ടുമല്ലോ, ഞങ്ങൾക്കും അത് യൂസ്ഫുൾ ആയിരിക്കാം ഇൻ ഫ്യൂച്ചർ. അത് ഇപ്പം ആദ്യത്തെ പടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഡിഷൻസ് മാക്സിമം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന അതാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ തുടങ്ങിയ സമയത്ത് പലതരം ഉഡായിപ്പ് ഓഡിഷൻസും ഉണ്ടാവും, മറ്റേ ഏതാ നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാനുള്ള ഓഡിഷൻസ് ഒക്കെ ഉണ്ടാവും. അതായിരുന്നു ഒരിടയ്ക്ക് ട്രെൻഡ്. പിന്നെ അതുപോലെ ഫോട്ടോസ്, ഫാഷൻ ഫോട്ടോസൊക്കെ എടുത്ത് ഇട്ടാലേ, ലൈറ്റപ്പൊക്കെ ചെയ്ത് ഫോട്ടോ എടുത്താലേ സിനിമയിൽ അഭിനയിപ്പിക്കൂ എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുക, മ്യൂസിക് ആൽബത്തിൽ അഭിനയിക്കുക, എന്തെങ്കിലും കാണിക്കാനുണ്ടെങ്കിലേ അഭിനയിപ്പിക്കുള്ളൂ എന്നുള്ളൊരു അവസ്ഥ വരാൻ തുടങ്ങി. അപ്പം അതിലോട്ടൊക്കെ ശ്രമിച്ചു, അതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തോന്നി തുടങ്ങി ഈ സെറ്റിൽ ഡയറക്ഷനോ പരിപാടിയോ ഒക്കെ ചെയ്ത് ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് പഠിക്കണം, നമ്മൾ സെറ്റിൽ വർക്ക് ചെയ്യണം. അപ്പം അങ്ങനെ 2 സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, കുറച്ച് പരസ്യങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പരസ്യങ്ങളിൽ വർക്ക് ചെയ്തപ്പോൾ അത് വേറൊരു ട്രിപ്പാണ്. ഡയറക്ഷൻ എന്ന് പറയണത് നമുക്ക് ആക്ടിങ് എല്ലാവർക്കും, ഇപ്പം നിങ്ങളായതുകൊണ്ട് നമുക്ക് തുറന്നു പറയാം, നമുക്ക് ആക്ടിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു സുഖം കിട്ടും ഇല്ലേ? ആ പരിപാടി അത് സാറ് നമ്മളെ ഇട്ട് അമ്മാതിരി എടുത്ത് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, നമ്മളെ സോളോ ഒക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്, നമ്മളെ സോളോ പ്ലേ. അപ്പം ഭഗത് സിംഗ് ഒക്കെ ചെയ്തപ്പം ഒരു സുഖം കിട്ടിയിട്ടുണ്ടായിരുന്നു ആ പ്ലേ കഴിഞ്ഞ ശേഷം. അപ്പം അതുപോലൊരു സുഖം നമുക്ക് ഡയറക്ഷനിലും കിട്ടും. കുറച്ചാൾ പിന്നെ അതിൻ്റെ പിന്നാലെ പോയി, പരിപാടി ഡയറക്ഷൻ എന്നൊക്കെ പറഞ്ഞു. പിന്നെ മനസ്സിലായി ഇതല്ലല്ലോ പരിപാടി, ആക്ടിങ് ആണ്. അപ്പോൾ ഞാൻ ആക്ടിങ് പിന്നെ ഞാൻ ഇവിടെ സാറിൻ്റെ അടുത്ത് വന്ന് ഞാൻ പിന്നെ ഡയറക്ഷൻ AD പരിപാടിയൊക്കെ നിർത്തി, ഫുള്ളായിട്ട് നിർത്തി. ആക്ടിങ് മതി, ആക്ടിങ് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഇറങ്ങി. അപ്പം അങ്ങനെ കൊടുത്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ്, അതിന് മുമ്പ് ഞാൻ കുറച്ച് സിനിമകളിൽ ഈ പറഞ്ഞ പോലെ ഓഡിഷൻ കൊടുത്തിട്ട് തന്നെ, എന്ന് നിൻ്റെ മൊയ്തീനും പിന്നെ ലവ് 24/7 എന്ന് പറയുന്ന പടവും, അതിന് ഫസ്റ്റായിട്ട് അഭിനയിച്ചത് നമ്മുടെ തന്നെ ജ്യോതിസ്, ഡോക്ടർ ജ്യോതി, പുള്ളിയുടെ ജസ്റ്റ് മാരീഡ് എന്ന് പറഞ്ഞ പടത്തിലാണ് ആദ്യമായിട്ട് അഭിനയിച്ചത്. അപ്പം ചെറുതാണെങ്കിൽ അതിൽ 100% കൊടുത്ത് സാർ ആൻ്റണി ക്വീൻ്റെ ഒക്കെ കഥ അല്ലേ, ആ കഥ പറയും. അപ്പം അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വേഷങ്ങളൊന്നും സാധ്യതയില്ല. അപ്പോൾ വിദൂരതയിലാണ് ഈ സിനിമ എന്നൊക്കെ പറയുന്നത്. അപ്പം ചെറുതാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്നുള്ള ആലോചിച്ചിട്ടാണ് നമ്മൾ തുടങ്ങി. അപ്പം ഈ പറഞ്ഞ പരിപാടിയെല്ലാം ഈ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റണൊക്കെ ചെയ്യാമെന്ന്, മെയിൻ കാര്യം നമ്മളിത് ആസ്വദിക്കണ്ടോ എന്നുള്ളതാണെന്ന് തോന്നുന്നു. നമ്മളിത് ആസ്വദിക്കുമ്പം സ്വാഭാവികമായിട്ടും ബാക്കിയുള്ളവർ ഇത് ആസ്വദിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം അനന്തരാമൻ്റെ ആണെങ്കിലും നമ്മുടെ ടീമും ഈ പ്രോസസ്സും മൊത്തം ഭയങ്കര, ആ സെറ്റ് മൊത്തം ഭയങ്കര കാമർ, ഒരാളൊച്ചയമ്പകളോടണില്ല, ഭയങ്കര സ്മൂത്തായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തത്. പുള്ളിയും അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മീറ്ററൊക്കെ പറഞ്ഞിട്ട് ആണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഭയങ്കര ചില്ല് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക്, എനിക്ക് തോന്നുന്നത് ഇപ്പം നമുക്ക് പലപ്പോഴും നമ്മളിവിടെ തിയേറ്റർ, ഇവിടെ ആക്ട് ലാബിൽ നമ്മൾ സ്റ്റേജിൽ ചെയ്യുമ്പോൾ അഭിനയിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം വളരെ കുറച്ച് വേഷങ്ങൾ ചെയ്യുമ്പോഴേ നമുക്ക് കിട്ടുള്ളൂ, സാധ്യത കിട്ടുക. കാരണം ആ ഡെപ്ത്ത്, ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ കുറേ വർക്ക് ചെയ്യാമല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറേ ലെയേഴ്സ് ഉണ്ടല്ലോ ഇപ്പോൾ ക്യാരക്ടറിന് വേണ്ടി. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറും അല്ലെങ്കിൽ ആ ക്യാരക്ടറിനുള്ള സമയവും വളരെ ചുരുക്കം സിനിമയിലേ നമുക്ക് കിട്ടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോഴാണല്ലോ നമുക്ക് ആ ക്യാരക്ടർ, കഥാപാത്രം ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മുടെ വളരെ ആക്ടേഴ്സിൻ്റെ പേഴ്സണൽ സ്പേസാണ്. അതിലുപരി ആ ചെയ്യുന്ന സാധനം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ പറ്റട്ടെ എന്നുള്ളതാണ് വേറൊരു പരിപാടി. അപ്പം ഈ പറഞ്ഞ സാധനങ്ങളിലൂടെയാണ് ഞാൻ വന്നേക്കണം. അപ്പം ഇതൊക്കെ നമുക്ക് ചെയ്യാം, എന്തും ചെയ്യാം നമുക്ക്. ഈ സാറ് ഇപ്പോൾ ഈ ഇടയ്ക്ക് പറഞ്ഞതാ റീല് ചെയ്യുന്നതിനെ പറ്റി. അപ്പം റീല് ചെയ്യാം, റീല് ചെയ്തിട്ടാണല്ലോ ഇപ്പം നമ്മളെത്ര, ഇപ്പം കുറേ ആൾക്കാർ റീല് ചെയ്തിട്ടുള്ള, എൻ്റെ സുഹൃത്തുക്കളടക്കം റീലിൽ നല്ല നല്ല കണ്ടൻറ് ഉണ്ടാക്കി
ശ്രദ്ധ നേടി സിനിമയിലെത്തിയവരുണ്ട്. അപ്പം എന്താണെങ്കിലും ചെയ്യുന്നത് ആസ്വദിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഏറ്റവും നല്ല ബെസ്റ്റ് ടൈമാണ്, ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. സോ എൻ്റെ ചോദ്യം ചേട്ടനോടാണ്. സോ നിങ്ങൾക്ക് ഓൾറെഡി ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, അതിനെ ഡെവലപ്പ് ചെയ്താലോ ഈ ഷോർട്ട് ഫിലിം ചെയ്തെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഹൊറർ ജോണർ ചെയ്തപ്പോൾ, ഡയറക്റ്റ് ചെയ്തപ്പോൾ എന്തൊക്കെ ചലഞ്ചസ് ആണ് ഫേസ് ചെയ്തത്? ഹൊറർ ജോണർ ചെയ്യുന്നതിന് ഒന്ന് രണ്ട് ബെനിഫിറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഹൊററിന് ബേസിക്കലി മിക്കപ്പോഴും ഒന്ന് രണ്ട് ലൊക്കേഷൻ മതി. നമ്മുടെ കയ്യിൽ ഒരുപാട് ബഡ്ജറ്റ് ഇല്ലല്ലോ ഈ ഷോർട്ട് ഫിലിം ചെയ്യാൻ. ഇത് ഷൂട്ട് ചെയ്തത് തന്നെ എൻ്റെ അമ്മൂമ്മയുടെ വീട്ടിലാണ്. അപ്പോൾ അതാകുമ്പോൾ ആ വീട് ഇത്തിരി പെയിൻ്റൊക്കെ അടിച്ച് ഒന്ന് രണ്ട് ഗുണങ്ങളുണ്ട് ഈ ഹൊറർ. നമുക്ക് ഈ 2 ക്യാരക്ടേഴ്സ് മതി, അതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ്. ഹൊറർ ആകുമ്പോൾ ഒരൊറ്റ ലൊക്കേഷൻ മതി. അപ്പോൾ ഈ ഹൊറർ ജോണർ ചൂസ് ചെയ്യുന്നതിന് കുറച്ച് ബഡ്ജറ്റ് വൈസ് കുറേ റീസൺസ് ഉണ്ട്. ചലഞ്ചസ് എന്ന് പറയുന്നത് ഒന്ന് ആക്ടിങ് വൈസ്. ഇപ്പോൾ ശിവരാജ് ആണെങ്കിലും അതിൽ അഭിനയിച്ചിരിക്കുന്ന ലീലാമ്മയാണെങ്കിലും നമ്മളൊരു കൺവെൻഷൻ നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നു പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ. ഈ കൺവെൻഷണൽ ഒരു മീറ്റർ പിടിച്ച് പോകരുതെന്ന്. ഭയങ്കരമായി പേടിപ്പിക്കുന്നു, ഭയങ്കരമായി പേടിപ്പിക്കുന്നു. ഒരു സട്ടിൽ അപ്രോച്ച്. ലൈറ്റായിട്ട് പേടിപ്പിക്കുന്നു. അതിങ്ങനെ കയറി പോവുക. ആ ഒരു കഥയോട് ഓണസ്റ്റായിട്ട് ഇരിക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ ആക്ടിങ് വൈസ് അതാണ് ഒരു ചാലഞ്ച്. നമ്മളൊരു മീറ്റർ ക്രോസ് ചെയ്ത് പോയാൽ അതൊരു ടിപ്പിക്കൽ ഹൊറർ പടമായി പോകും എന്നുള്ളത്. പിന്നെ ചാലഞ്ചസ് വരുന്നത് മോസ്റ്റ്ലി സൗണ്ട് ഡിസൈനിലും മ്യൂസിക്കിലും ഒക്കെ. ഹൊററിൻ്റെ സൗണ്ട് ഡിസൈൻ ഭയങ്കര ഡിഫറെൻ്റ് ആണല്ലോ. നമ്മൾ സ്കോർ ഭയങ്കര കുറച്ചേ യൂസ് ചെയ്യൂ. ഭയങ്കര അറ്റ്മോസ്ഫിയറൊക്കെ ആയിരിക്കും. ഒരു വെള്ളത്തിൻ്റെ ഒരു തുള്ളി വീണാൽ അതിൻ്റെ സൗണ്ട് കേൾക്കണം, ക്ലോക്കിൻ്റെ സൗണ്ട്. അങ്ങനത്തെ ചലഞ്ചസ് ആണ് കൂടുതൽ വരുന്നത്. പക്ഷേ ഇതുമല്ല, ഹൊറർ ചെയ്യുന്നതിന് ഒരുപാട് ബെനിഫിറ്റ്സും ഉണ്ട് ബഡ്ജറ്റ് വൈസ്. പക്ഷേ ആ പോസ്റ്റിൽ കുറച്ച് എക്സ്ട്രാ ഇപ്പോൾ സൗണ്ട് ഡിസൈനും മ്യൂസിക്കും തന്നെ ഒരു 3-4 മാസം പോയി. കാരണം അതിൽ നമ്മൾ ഇരുന്ന് ചേഞ്ചസ് വരുത്തി. അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നത് അതിലെ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത്. ഹായ്, എൻ്റെ ചോദ്യവും അനന്തരാമൻ ചേട്ടനാണ്. ചേട്ടാ, അതായത് ചേട്ടൻ നിസാരം ചാനൽ ഞാൻ പറഞ്ഞത് ഒരു 4 years ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. എല്ലാ വീഡിയോസും ഞാൻ കാണുന്നുണ്ട്. 1 hour അതെല്ലാം ഞാൻ കാണുന്നുണ്ട്. അപ്പം അതിനകത്ത് മിക്കപ്പോഴും ചേട്ടൻ പറയും ചേട്ടൻ ഏത്യസ്റ്റ് ആണ്, ദൈവങ്ങൾ വിശ്വാസമില്ല, പ്രേതങ്ങൾ വിശ്വാസം, ഇതെല്ലാം സയൻസിൻ്റെ ആളാണെന്ന്, അല്ലേ? അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഉള്ളപ്പോൾ ചേട്ടൻ്റെ ഫസ്റ്റ് ഷോർട്ട് ഫിലിം എന്തുകൊണ്ടൊരു സേത്തൻ അങ്ങനെ എടുത്തേക്കുന്നത്? അതാണ് എൻ്റെ ചോദ്യം. അല്ല, എനിക്ക് വെരി പേഴ്സണൽ തിങ് ആണ്. എനിക്ക് അങ്ങനെ ഭൂതം, പ്രേതം, പിശാച്, ദൈവം, ആത്മാവ് ഇങ്ങനത്തെ ഒരു സാധനത്തിൽ വിശ്വാസമില്ലാത്ത ആളാണ് ഞാൻ. അത് ഓരോരുത്തരുടെ ഇത്. ഇപ്പോൾ ശിവരാജ് വിശ്വാസിയാണ്, ഞാൻ വിശ്വാസമില്ല. പക്ഷെ നമ്മൾ രണ്ടുപേരും അതൊട്ടും എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് വിശ്വാസത്തിനോടോ വിശ്വാസികളോടോ ഒന്നും ഒരു തരത്തിലുള്ള എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ വിശ്വസിക്കുന്നില്ല എന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് കഥകൾ ഭയങ്കര ഇഷ്ടമാണ്. പുരാണത്തിലെ കഥകളാണെങ്കിലും പ്രേത കഥകളാണെങ്കിലും അത് കുട്ടിക്കാലത്തെ വായിക്കുമ്പം ആ സ്റ്റോറീസ് എന്നെ ഭയങ്കരമായിട്ട് ഫാസിനേറ്റ് ചെയ്യും. ഇപ്പം മഹാഭാരതത്തിൽ ഒരു കഥ വായിക്കുകയാണെങ്കിൽ പോലും അത് ശരിക്കും നടന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ എനിക്ക് ആ കഥ ഭയങ്കര എൻ്റർടൈനിങ്ങാണ്. അതുപോലെയാണ് പ്രേത പടം കണ്ടാൽ ഞാൻ കാണുന്ന സമയം ഞാൻ പേടിച്ചിരിക്കും. പക്ഷേ കിടക്കുന്ന നേരം ഈ പ്രേതം വന്നതിനെ പിടിച്ചോണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അത് കാരണം ഭയങ്കര എൻ്റർടൈനിങ് ആണ്. അപ്പോൾ അത്രേ ഉള്ളൂ. എൻ്റെ ബിലീഫ്സ് ഞാൻ എൻ്റെ ആ എൻ്റർടൈൻമെൻറ്റ് ആസ്പെക്റ്റിലോട്ട് കടത്തി വിടുന്നതിനോട് യോജിക്കുന്നില്ല. ഇപ്പോൾ ഈ പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഗ്രാനി മൂവിയിൽ ചെകുത്താനെ പറ്റി പറയുന്നുണ്ട്. അയാൾക്ക് കുരുതി കൊടുക്കാനായിട്ട് ഇത്ര ആൾക്കാർ വേണം, ആ ഫാമിലി മൊത്തം, അങ്ങനൊരു സ്റ്റോറി പറയുന്നുണ്ടല്ലോ. അപ്പം ആ ചെകുത്താൻ്റെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ചെകുത്താൻ ഇങ്ങനെയാണ്. ആ ഒരു കൺസെപ്റ്റ് എവിടെ നിന്നാണ് കിട്ടിയത്? അല്ലെങ്കിൽ എന്തെങ്കിലും പുരാണങ്ങളോ അല്ല വേറെ എന്തെങ്കിലും കിട്ടിയതാണോ? അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് കൊണ്ടുപോകാൻ പറ്റിയത്? ഇതില് ചെകുത്താന്റെ ബാക്കിയുള്ള ചെകുത്താനെയും ഈ ചെകുത്താൻ ആകെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഈ ചെകുത്താൻ പേടിയാണ് ഈ ചെകുത്താൻ കൺസ്യൂം ചെയ്യുന്നത്. ഈ ചെകുത്താന് മനുഷ്യന്റെ ഫ്ലഷും ബ്ലഡും അല്ല വേണ്ടത്, ചെകുത്താന് പേടിയാണ് വേണ്ടത്. ആൻഡ് അതിൻ്റെ ഇട്ടേൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാരണം വേണ്ട ഈ റോണിയെ പേടിപ്പിക്കുന്നതിന്. ഇപ്പം നമ്മൾ കൺവെൻഷൻ ഹൊറർ സിനിമ കാണും, പ്രേതം വന്നിട്ട് പാത്രം തട്ടിയിട്ടിട്ട് പോകും, പ്രേതം വന്നിട്ട് ഫാൻ ഓൺ ചെയ്തിട്ട് പോകും. പ്രേതത്തിന് എന്താ വേറെ പണിയില്ല, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. പ്രേതം അറ്റാക്ക് ചെയ്യുന്ന മനസ്സിലാവും. പക്ഷേ എനിക്ക് എപ്പോഴും ഹൊറർ സിനിമ കാണുമ്പോൾ ഡൗട്ട് തോന്നും, പ്രേതം തന്നെ വെറുതെ അവിടെ ഒളിച്ചും പാത്തൊക്കെ ഇരുന്ന് പേടിപ്പിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ശിവരാജിനെ പേടിപ്പിക്കണം ആ ക്യാരക്ടർ. അപ്പോൾ പേടിപ്പിക്കാൻ എന്തെങ്കിലും റീസൺ വേണം. അപ്പം ഞാൻ വിചാരിച്ചു ഇതിലെ ചെകുത്താൻ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ചെകുത്താൻ പേടി ഉണ്ടാക്കാൻ നോക്കും വിക്ടിമിൽ. എന്നിട്ട് ഏറ്റവും പേടിക്കുന്ന സമയത്തെ ചെകുത്താന് കൊല്ലാൻ പറ്റും. അതാണ് ചെകുത്താൻ്റെ റൂള്. അത് മാത്രമാണ് ഈ ഷോർട്ട് ഫിലിമിൽ ആകെ ഒരു വ്യത്യാസം ചെകുത്താൻ ചെയ്യുന്നത്. മറ്റേതൊരു വെരി നോർമൽ കോൺസെപ്റ്റ് ഓഫ് ചെകുത്താൻ സാധാരണ ഇപ്പം നമ്മൾ ഡ്രാക്കുള തൊട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ വാമ്പയർസിന് വീട്ടിനകത്ത് കയറാൻ ഒരു പെർമിഷൻ, ഒരു ഡീല്, ചെകുത്താനായിട്ട് ഒരു ഡീല് സെറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു പണ്ട് തൊട്ടേ ഉള്ളൊരു കോൺസെപ്റ്റാണ്. ഈ നമ്മൾ ചെയ്തേക്കുന്ന പടത്തിൽ ആകെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചെകുത്താൻ പേടിയാണ് തിന്നുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് ചെകുത്താൻ ഈ ക്യാരക്ടറിനെ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ ഒരു ഇത് മാത്രമേ വ്യത്യാസമുള്ളൂ നമ്മുടെ സ്റ്റോറി. ആദ്യം തന്നെ ഞാനൊരു അഭിനന്ദനം അറിയിക്കുകയാണ്. ഇത്രയും ചുരുങ്ങിയ ഒരു ദിവസം കൊണ്ട് ഇത്രയും ഓഡിയൻസിൻ്റെ ഇടയ്ക്ക് ഗ്രാനി എത്തിച്ചതിൽ
അതിലൊരു അഭിനന്ദനം അറിയിക്കുകയാണ്. വലിയ പ്രൊമോഷനൊന്നും ഇല്ലാതെ, അധികം പ്രൊമോഷനൊന്നും കണ്ടിട്ടില്ല, പോസ്റ്റേഴ്സ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് അനന്തുവിനോട് തന്നെയാണ്. ഞാൻ എൻ്റെ പേഴ്സണലി ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ മാത്രമാണ്, മറ്റുള്ളവർക്ക് അതെങ്ങനെ അവരെങ്ങനെയാണ് അതിനെ കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളതെന്ന് അറിയില്ല. ഒരു ടൈമിലെത്തിയപ്പോൾ എനിക്ക് ഷോർട്ട് ഫിലിം ഒരു പ്രഡിക്റ്റബിൾ ആയിരുന്നു. അപ്പോൾ എന്നിട്ട് പോലും അതിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്താതെ, ചിലപ്പോൾ നിങ്ങൾ പ്രീ പ്രൊഡക്ഷൻ ടൈമിൽ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടാവും ഇതിനെ പറ്റിയിട്ട്. 2 ക്യാരക്ടറുള്ളൂ, ഓൾമോസ്റ്റ് എല്ലാവർക്കും ചിലപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ട് പോലും അതിലൊരു മാറ്റമൊന്നും വരുത്താതെ ഇത്രയും ഇൻറ്റൻസിറ്റി ആയി ആ ഷോർട്ട് ഫിലിമിൽ ആളുകളെ പിടിച്ചിരുത്തുന്നതിൽ നിങ്ങൾ സക്സസ് ആയിട്ടുണ്ട് തന്നെയാണ്. ഞാനത് പ്രഡിക്റ്റബിൾ ആയിട്ട് പോലും എനിക്ക് ബോറടിക്കാതെ ഞാനത് കണ്ടിട്ടുണ്ട്. അതിൽ ഇവരുടെ പെർഫോമൻസും കൂടിയും അതിനെ നിറവേറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തത്? ബോധപൂർവമായിട്ട് അതിൽ വേറെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ധൈര്യം എന്തായിരുന്നു? അതാണ് എൻ്റെ ചോദ്യം. ഇപ്പം ഇതിൻ്റെ കഥ പ്രഡിക്റ്റബിൾ ആണെന്നുള്ളത് നമുക്കറിയാം, ഇത് എടുക്കുമ്പോഴേ നമുക്കറിയാം. ഈ പ്രഡിക്റ്റബിൾ ആണെങ്കിൽ പോലും ഈ 40 മിനിറ്റ് എങ്ങനെ നിങ്ങൾ, ഇപ്പം റോണി മരിക്കുന്ന പടം തൊട്ട് 10 സെക്കൻഡ് കഴിയുമ്പോൾ മനസ്സിലാവും. അത് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കിപ്പിക്കാതെ ഇരിക്കാം. കാരണം ഫസ്റ്റ് റോണിയുടെ ആ ഒരു 2ാമത്തെ 3ാമത്തെ ഷോട്ട് എന്ന് പറഞ്ഞാൽ ലീലാമ്മ ഇങ്ങനെ നോക്കുന്നതാണ് കണ്ണിട്ട്. അതിൻ്റെ വോയിസ് ഓവർ ഉണ്ട്, എനിക്ക് കണ്ടപ്പോഴേ എന്തോ പന്തികേട് തോന്നിയെന്ന്. അപ്പോൾ എൻ്റെ DOPയും ആ സമയത്ത് നമ്മളൊരു പ്രീമിയർ വെച്ചപ്പോൾ ചില ആൾക്കാർ പറയും നമുക്കത് വേണ്ട, കുറച്ച് എന്ന് പറഞ്ഞാൽ അവരുടെ അഭിപ്രായമായിരുന്നു, ഐ റെസ്പെക്റ്റ് ഇറ്റ്. അവർ പറഞ്ഞാൽ നമുക്ക് ആ ഷോട്ട് വേണ്ട, ആൾക്കാർ വിചാരിച്ചോട്ടെ ഇതൊരു പാവ അമ്മൂമ്മയാണെന്ന്. എന്നിട്ട് പിന്നെ അപ്പം അത് അവസാനം ഭയങ്കര ഷോക്കിംഗ് ആയിരിക്കും, ഈ അമ്മൂമ്മ ഭയങ്കര ഡേഞ്ചർ ആണെന്നുള്ളത്. പക്ഷേ ഈ കവിതയുടെ ഉദ്ദേശം അതല്ല. നമ്മൾ പറയാണ് അമ്മൂമ്മ ഇവനെ കൊല്ലും, ഇനി എങ്ങനെ കൊല്ലുന്നു നിങ്ങൾ 40 മിനിറ്റ് ഇരിക്കുകയോ ഇല്ലയോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. എങ്ങനെ കൊല്ലുന്നു നിങ്ങൾക്കൊരാകാംക്ഷ ഉണ്ടായിരിക്കണം 40 മിനിറ്റ്. അപ്പം അതായിരുന്നു ഇതിൻ്റെ ആ ഒരു ഹോൾ പേർപ്പസ്. ആ 40 മിനിറ്റ്സ് അറ്റൻഷൻ ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന്. പിന്നെ വേറൊരു റീസൺ ഇസ് ദാറ്റ് യൂട്യൂബ് അല്ലേ, ഇപ്പോൾ തിയേറ്ററിൽ ആൾക്കാർ കയറിയ ആൾക്കാർക്ക് ഒരു ഫസ്റ്റ് 15-20 മിനിറ്റ്സ് ഇരിക്കും പ്ലോട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടി. പക്ഷേ യൂട്യൂബിലൊരു സാധനം ഓർക്കുമ്പോൾ ആദ്യത്തെ 10 സെക്കൻഡ് ഹുക്ക് ചെയ്യണം. അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ 10 സെക്കൻഡ് പറഞ്ഞേ പറ്റും അമ്മൂമ്മ ഇവനെ തട്ടുന്നത്. അപ്പോൾ ഓഡിയൻസ് തട്ടാൻ പോകണം, എന്നാൽ എങ്ങനെ തട്ടുമെന്ന് ഒരു 10 മിനിറ്റ് കണ്ടു നോക്കാം, എന്നിട്ട് ആ 10 മിനിറ്റിനെ ഒരു 40 മിനിറ്റ് ആക്കുക എന്നതുള്ളതാണ്. അപ്പം ഇതിൻ്റെ ഒരു ട്വിസ്റ്റിൻ്റെ പോസിബിലിറ്റി നമ്മൾ ഫസ്റ്റേ കട്ട് ചെയ്ത് കളഞ്ഞു. നമ്മൾ പറഞ്ഞു തരാൻ പോവാണ് ഇതാണ് സംഭവിക്കുന്നത്, നിങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടോ നോക്ക്, ബാക്കി കണ്ടു നോക്ക് എന്നുള്ളൊരു ഐഡിയ ആയിരുന്നു. രണ്ടുപേരും ആക്ടേഴ്സ് ആയതുകൊണ്ട് രണ്ടുപേരോടും കൂടി ചോദിക്കുക. ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നില്ല നിങ്ങളെ ആക്ടർ എന്ന നിലയിൽ ഡെയിലി വർക്കിംഗ് അതിൻ്റെ ഹോംവർക്ക് എന്താണെന്ന് പറയാൻ പറ്റുമോ? ഡെയിലി ബേസിസിൽ ആക്ടർ കുറെ കാര്യങ്ങൾ ചെയ്യണത് സാറുള്ളതുകൊണ്ട് പറയാം. ചില സമയത്ത് നമ്മൾ ഉഴപ്പും, എന്നാലും പക്ഷേ നമ്മൾ മോർണിംഗ് ഇവിടുത്തെ റൂട്ടീൻസ് നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്. ചെറുതായിട്ടാണെങ്കിലും ചില ദിവസം ഒന്നും ചെയ്യാൻ തോന്നില്ല. അപ്പം ഒരു 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ തുടങ്ങും. 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്ത് ബാക്കിയെല്ലാം നമ്മൾ ടച്ച് ചെയ്ത് പോവും. പിന്നെ കൂടുതലും ഇപ്പം ഏറ്റവും വേസ്റ്റ് ഇതിൽ ഞാൻ പറയാം, ഏറ്റവും കൂടുതൽ ഞാൻ ഒബ്സർവ് ചെയ്യണത് എന്നെ തന്നെയാണ്. നമ്മളെന്താണ് ഇത് ഇങ്ങനെ അല്ലെങ്കിൽ ഇതെങ്ങനെയാണെന്നുള്ള ഒരു രീതിയിൽ ഞാൻ എന്നെ ഒബ്സർവ് ചെയ്യാറുണ്ട് കൂടുതലും. പിന്നെ ബാക്കി നമുക്ക് ഭയങ്കര വളരെ ഷാർപ്പായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ചെയ്യാനുള്ളത് ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ നമുക്ക് തുടങ്ങാമല്ലോ. അപ്പോൾ ബാക്കി പറയണ പോലെ ഒന്ന് നമ്മൾ ടച്ച് ചെയ്യാൻ നമ്മൾ സാറിൻ്റെ അടുത്ത് വരും, സാറിൻ്റെ കൂടെ ഇവിടുത്തെ മോർണിംഗ് ഇല്ലെങ്കിൽ സെഷനിൽ വരും, അല്ലെങ്കിൽ സാർ പ്ലേ ചെയ്യുമ്പം സാറിനെ ഹെൽപ്പ് ചെയ്യാൻ വരും. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും അല്ലെങ്കിൽ സാറിനെ ഹെൽപ്പ് ചെയ്യുമ്പം നമുക്ക് മനസ്സിലാവും, ഈ സാധനം നമ്മൾ കുറേ നാളായി ടച്ച് ചെയ്തിട്ട് ഇതിനി വർക്ക് ചെയ്യണം, ഇതിവിടെ വർക്ക് ചെയ്യണം എന്നുള്ള സാധനം വരും. പിന്നെ സാറിനെ കാണുമ്പോൾ അപ്പം തന്നെ നമുക്ക് കിട്ടും, സാറിന് മനസ്സിലാവും നമ്മുടെ അവസ്ഥ എന്താണെന്ന്. അപ്പം തന്നെ സാർ പറഞ്ഞ് കറക്റ്റ് ചെയ്യും. ഞാനും അങ്ങനെ കുഴപ്പമാണ് കുറച്ച് സമയമൊക്കെ. പക്ഷേ ഈ എഴുതുന്ന സാധനം ഈ ഒറ്റയ്ക്കിരുന്ന് മുറിയിൽ നമ്മൾ എഴുതുന്ന ഡയലോഗെല്ലാം നമ്മൾ ആ ക്യാരക്ടറാണെന്ന് വിചാരിച്ച് ഇരുന്ന് അഭിനയിക്കും. സ്വന്തമായിട്ടിരുന്ന് ഒരു കസേരയിലിരുന്ന് ഈ ഡയലോഗ് എഴുതി ഈ ക്യാരക്ടർ എങ്ങനെയാണ് അതാവുമ്പം. പിന്നെ ഇപ്പോൾ ശിവരാജ് ഒരു ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ കൊടുക്കുകയുള്ളൂ, പുള്ളി ചെയ്തോളൂ സാധനം. പക്ഷെ എപ്പോഴെങ്കിലും പുള്ളിക്ക് ഒരു സംശയം ഇതെന്താ ചെയ്യേണ്ടത് അറിയാം, അപ്പോൾ നമുക്ക് പറയാമല്ലോ ഇങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പം ഈ കഥയിലാണെങ്കിൽ പോലും ഈ ഗ്രാനിയായിട്ട് നമ്മളിരുന്ന് അഭിനയിച്ച് നോക്കും ഒറ്റയ്ക്കിരുന്ന്. അപ്പോൾ അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്ന ഒരു പ്രാക്ടീസ്. നമ്മൾ എഴുതുന്ന ഒരു കഥയിലെ പല ക്യാരക്ടേഴ്സ് നമ്മൾ ഇരുന്ന് മുറിയിരുന്ന് അഭിനയിച്ച് നോക്കുക. അപ്പം നമുക്ക് മനസ്സിലായി ഈ ഡയലോഗ് ചേരില്ല,
ഈ അങ്ങനത്തെ ഒരു പരിപാടി പിടിക്കാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ വേറെ സാധനം എന്താണെന്ന് വെച്ചാൽ പറ്റണ സാധനങ്ങളൊക്കെ നമുക്ക് ചില പല വർക്ക്ഷോപ്പുകളുണ്ടാവും എന്തെങ്കിലും. അപ്പം നമുക്ക് അതൊക്കെ ചെയ്യാം. നമുക്ക് എപ്പോഴും സിനിമയുള്ള ആൾക്കാരൊന്നും അല്ലല്ലോ. അപ്പം നമുക്ക് ഗ്യാപ്പ് കിട്ടുമ്പം ഇപ്പം എനിക്ക് ആക്ഷൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മുയ്ത്തായി പഠിക്കാൻ പോകും, അല്ലെങ്കിൽ MMA അങ്ങനെ ബോക്സിങ്, അത് ഫിസിക്കൽ സൈഡ് അത് വർക്ക് ചെയ്യും. പിന്നെ വോയിസ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് വർക്ക് ചെയ്യും. അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും പാട്ട് പരിപാടികൾ അത് നമ്മൾ ട്രൈ ചെയ്യും. അങ്ങനെ പരമാവധി ട്രൈ ചെയ്യും. ഓരോരോ പുതിയ നമുക്ക് എന്തും ചെയ്യാലോ. അപ്പം നമ്മൾ മൊത്തത്തിൽ ഡൗൺ ആയിരിക്കുന്ന സമയം ഉണ്ടാവില്ല, നമുക്കൊണ്ട് പറ്റുമോ പിന്നെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് വരുമല്ലോ. അപ്പോൾ ഉണ്ടാകുന്ന ഒരു നമ്മൾ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന തിങ്കിങ് പ്രോസസ്സ് എന്താണെന്ന് പറയാം. ഈ ഭയങ്കര ഡൗൺ ആയിരിക്കുന്ന ഫേസ് വരും. എനിക്ക് സംബന്ധിച്ചിടത്തോളം ആദ്യം ഞാൻ ചെയ്യുന്ന ഈ ശിവരാജ് പറഞ്ഞല്ലോ ബോഡി എന്തെങ്കിലും ലൈക്ക് വർക്കൗട്ട് ചെയ്യാൻ നോക്കുക എന്നുള്ള. ഈ ഭയങ്കര ഡൗൺ ആയിരിക്കുമ്പോൾ ചിന്തിച്ച് അതിൽ നിന്ന് പുറത്ത് വരാൻ ഭയങ്കര പാടാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ബോഡിയെ എക്സേർട്ട് ചെയ്യാൻ എളുപ്പമാണല്ലോ. അപ്പോൾ ഈ ജിമ്മിൽ പോവാം. ഞാനും കുറേ നാൾ MMA ട്രെയിനിങ്ങിന് പോകുമായിരുന്നു. എനിക്ക് കുറേ ശേഷം ഒരു ഇഞ്ചുറി വന്നതിന് ശേഷം പോകാൻ പറ്റാതെ. ഈ ബോഡി ഒരുമാതിരി സെറ്റ് ആയി വരുമ്പോഴത്തേക്ക് പതുക്കെ കുറച്ചൊരു ഓക്കെ ശരി വിചാരിക്കുന്ന അത്ര പ്രശ്നത്തിലല്ല ഞാൻ, ലൈഫ് ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ പണി പതുക്കെ വീണിച്ച് കുഴപ്പമില്ല, ആദ്യം തുടങ്ങാം, അടുത്തത് എഴുതാം, അടുത്ത ഓഡിഷന് പോവാം, എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തോണം. അപ്പോൾ ഈ ഏറ്റവും ഡൗൺ ആയിരിക്കുമ്പോൾ ഞാൻ ട്രൈ ചെയ്യുന്നൊരു പരിപാടി അതാ. ഓക്കെ ബോഡി സെറ്റാണെങ്കിൽ ഒരു ക്ലാരിറ്റി കിട്ടും, ഒന്ന് പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും കിട്ടും ഇനി അടുത്തതിലോട്ട്. അതായത് നമ്മളതിനെ അതിൽ നിന്ന് ഒളിച്ചോടാണ്ടിരുന്നാൽ മതി. പ്രസൻസിൽ നിൽക്കുക നമ്മൾ. അല്ല, അത് വന്ന സാധനത്തിന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ് എനിക്ക് തോന്നണത്. നമ്മൾ ഓടും, വെറുതെ പേടിച്ചോടും. നമുക്ക് വിഷമമാണ്, അതിൽ നിന്ന് മറികടക്കണം, വേറെ എന്തെങ്കിലും ചെയ്യണം. എവിടെ ഓടിയിട്ട് എന്ത് ചെയ്യാൻ? ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ പിന്നെയും വരും. അപ്പം നമ്മളത് നിൽക്കുക. സാറ് നമ്മളുടെ മറ്റേ കഥ പറയാറില്ലേ, ബോട്ടിൽ ബോംബ് പരിപാടി. അതുപോലെ തന്നെ നമ്മളത് ഫേസ് ചെയ്യുക, അത് ആക്സെപ്റ്റ് ചെയ്യുക. നമുക്ക് പലതും സംഭവിക്കും, അങ്ങനെ കുറേ കാര്യങ്ങൾ സംഭവിച്ചതൊക്കെ ഉണ്ട്. അപ്പം നമ്മളത് ഫേസ് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക, അതിൻ്റെ ഒപ്പം നിൽക്കുക. അത് ഞാൻ ശിവരാജിനെയും അനന്തരാമനെയും ഇവിടെ അഭിനയത്തിൻ്റെ പരിശീലനത്തിലൂടെയാണ് കടത്തിവിട്ടത്. ഇപ്പം രണ്ടുപേരും എന്നെ സംബന്ധിച്ചിടത്തോളം ആക്ടേഴ്സാണ്. ഞാനിവിടെ സ്ഥിരമായിട്ട് പറയാറുള്ളത്, നിങ്ങൾക്കൊരു ചാൻസ് എവിടെ കിട്ടുന്നോ അത് നിങ്ങൾ കൃത്യമായിട്ട് ആക്ടർ എന്നുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്നാണ്. എന്നിട്ട് അനന്തരാമൻ ഇത്രയും വലിയൊരു ചാൻസ് കിട്ടിയിട്ട് നീ എന്താ അതിൽ അഭിനയിക്കാതിരുന്ന നിന്റെ സ്വന്തം സിനിമയില്? ഒന്ന് മെയിൻ റീസൺ ശിവരാജ് തന്നെയാണ് എന്നെക്കാളും ബെറ്റർ ആക്ടർ, അതിൽ എനിക്ക് ഒരു ഡൗട്ടും ഇല്ല. ശിവരാജാണ് ഈ റോളിന് ഏറ്റവും പെർഫെക്റ്റ്, അതിനും എനിക്കൊരു സംശയമില്ല. രണ്ടാമത്തെ പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് ടെൻഷനാണ്. ഞാൻ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പോലും ഇത് എല്ലാം കൂടെ ഏറ്റെടുക്കണമെന്ന്, ഈ കഥ എഴുതുക എന്നിട്ട് പോയി ഡയറക്റ്റ് ചെയ്യുക എന്നിട്ട് പോയി അഭിനയിക്കും, കുറച്ച് ഓവർ ആവുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് ഞാൻ ഇതിൽ ചെറിയ റോൾ ചെയ്താൽ ഫോണിൽ സംസാരിക്കുന്നത് ഞാനാണ്, പോളായിട്ട് അത് ഞാനാണ്. കാരണം എനിക്കൊരു ആഗ്രഹം എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണ്ടേ, ഇത്രയും. പക്ഷേ മെയിൻ റീസൺ ശിവരാജ് തന്നെയാണ് ഈ ക്ലിയർലി ഈ റോളിന് ഏറ്റവും നല്ലത്. നമ്മൾ അതാണല്ലോ ചെയ്യേണ്ടത്. അല്ലാതെ ഞാൻ ഒരു കഥ എഴുതി റോളിന് ഏറ്റവും നല്ല ആൾട്ടുള്ള ആള് ചെയ്യണം, അത് ഞാനല്ല, അത് ശിവരാജാണ്. ശിവരാജ് തന്നെ ചെയ്യണം.